വില നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? ഒരു കടമ്പുറത്തക്കാരൊന്നുമല്ലല്ലോ. എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ എല്ലാം പക്കയല്ലേ? ടയർ എല്ലാം പിന്നെ എല്ലാ ആക്സറീസ് ലോഡ് ഫുൾ ആക്സറീസ്. അപ്പൊ ഇന്ന് പരിചയപ്പെട്ടാൽ ഏകദേശം ഒരു 80% വണ്ടികൾ 10,000 രൂപ താഴെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഉള്ളത്. ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ നീണ്ട മലപ്പുറം പര്യടനത്തിന് ശേഷം ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ റോയൽ ഡേയ്സ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് എത്തിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നത് ഷിജിത്താണ്. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഷിജിത്താണ് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ തമ്മനത്താണല്ലേ? കറക്റ്റ് ഒരു ലാൻഡ് മാർക്കും പറയാനുണ്ടോ? കത്തിക്കട റോഡിലാണ് ഉഷാറ വന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ വണ്ടികൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക്, കാര്യങ്ങളും. പിന്നെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഓഫേഴ്സ് ഒന്ന് പറയാനുണ്ടോ? നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. എത്ര വണ്ടി ഉണ്ടാവും? ഒരു 3 വണ്ടി കൊടുക്കാം. ഏകദേശം 3 നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികൾ ഇരിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അത് എവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇപ്പോൾ പറയണോ അതോ ഇടക്കിടക്ക് പറഞ്ഞത്? ഇടക്കിടക്ക് പറയാം. അപ്പം അധികം ഡീറ്റെയിൽസ് പറയാതെ നമുക്ക് വണ്ടിയിലേക്ക് കിടക്കാം. എല്ലാവരും വണ്ടി കാണാനല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഒരു മൈലേജ് വണ്ടികൾ എത്ര ഇരിക്കുന്നുണ്ട്? 1, 2, 3 ഇരിക്കുന്നുണ്ട്. 4, 5 ഉണ്ട്. ഓക്കെ ഓക്കെ. CT 110X തുടങ്ങാം. ഇത് ഏതാ മോഡൽ വരുന്ന? 2023 മോഡല്, 17,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്ന? 68 രൂപ. 68 രൂപ. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും? 65 ലാസ്റ്റ്. 65. അതൊന്നും കൂടി കുറക്കാൻ കടേ? 65 ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ നമുക്ക് നോക്കിട്ട് പറയാമല്ലോ. 65,000 രൂപ നമുക്ക് ചെയ്യാൻ പറ്റൂലേ? ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര രൂപ വണ്ടിക്ക്? ഒരു 5,000 മതി. 5,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ CT 110X അടുത്തത് 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? 5,787 കിലോമീറ്റർ. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 62,000. നമുക്കൊരു 60,000 ഒക്കെ ചെയ്യാം. 5, 4,000, 5,000 ഡൗൺ പേയ്മെന്റ്. ഏകദേശം 5,000 താഴെ ഡൗൺ പേയ്മെന്റ് ഉള്ള 2 വണ്ടികളാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ വണ്ടി ആണെങ്കിലോ? ഇതും ഏകദേശം ആദ്യം തന്നെ നമുക്ക് ഇറക്കാൻ പറ്റും. ഈ വണ്ടികളൊക്കെ ഈ വണ്ടി ഇറക്കാൻ പറ്റും. 2023 മോഡലല്ലേ? 15,400 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? 68,000. ഇത് നമുക്കൊരു 62,000 ഒക്കെ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. 65,000 ചെയ്യാൻ പറ്റും. വണ്ടിയുടെ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? 3 വണ്ടിയും 23 വണ്ടിയല്ലേ? പുതിയ വണ്ടികളാണ്. വേറെ നമുക്ക് എന്തെങ്കിലും അപാകതകളൊന്നും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഹീറോയുടെ എക്സ്ട്രീം ഇരിക്കുന്നുണ്ട്, പ്ലാറ്റിനം ഇരിക്കുന്നുണ്ട്, വിന്യം പ്ലാറ്റിനം ഇരിക്കുന്നുണ്ട്, NS 2 കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ NS തുടങ്ങുകയാണെങ്കിൽ ഇത് ഏതാ മോഡല്? 2018 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്ന? അതിന് 75 രൂപ. 75. നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും? അത് നോക്കാം. നമുക്ക് പാർക്കാൻ സെയിലാണ്. ഏകദേശം ഒരു 73,000 രൂപ എടുക്കാൻ പറ്റും. ഇത് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? ഇതൊരു 5,000 മതി. 5,000 ഡൗൺ പേയ്മെന്റ്. ഇപ്പൊ ഈ NS ആണെങ്കിൽ 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 17,000 കിലോമീറ്റർ. ആസ്കിംഗ് പ്രൈസ് 1,30 നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? 1,28 കൊടുക്കാൻ പറ്റും. ഇതിനും ഏകദേശം ഒരു 15-20 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇറക്കാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാറ്റിനം 1-2 കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലേ? ഇത് 5 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. നമ്മൾ കണ്ട 5 മൈലേജ് ഉണ്ട്. നമുക്ക് ഏകദേശം 5,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്ന? അത് 60 രൂപ. 2022 60,000 രൂപ. 20,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വരുന്നത്? വേറെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ടയറൊക്കെ പക്കയാണോ? ഇതിൽ കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ടയറൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റില്ല? ഇതില് പക്കയല്ല. ഈ ടയർ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. ഇതിന്റെ റേറ്റ് എത്ര വരുന്ന? അത് 62,000 രൂപ. നമുക്കൊരു 58 ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ? പിന്നെ ഇരിക്കുന്നത് ഹീറോയുടെ എക്സ്ട്രീം അല്ലേ? അതെ, എക്സ്ട്രീം 160R. നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഇത് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും വണ്ടിയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്ന? അത് 70 രൂപ. 70,000. അപ്പോൾ ഇത് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. നമുക്ക് ഇനി വണ്ടികൾ സീറോ ഡൗൺ പേയ്മെന്റ് വരാനുണ്ടോ? അതെ, 2-3 വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇതാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 20,000 രൂപയാണ്. 2022 മോഡലാണ്. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 43,000 കിലോമീറ്റർ. ഓണർഷിപ്പ് നിങ്ങളല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. അപ്പോൾ ഈ വണ്ടി നമുക്ക് സിബിൽ സ്കോർ എല്ലാം ഓക്കെ ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഡൂക്ക് ഇരിക്കുന്നുണ്ടല്ലോ? ഇത് 2021 മോഡൽ ഡൂക്ക് 250 ആണ്. കിലോമീറ്ററിന്റെ കേസ് പറയുന്നത് 24,900 കിലോമീറ്റർ. 1,95,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് എത്രയാണ് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇതിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ ടൈല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് അഡീഷണൽ ചെയ്തേക്കുന്നതാണോ? അതെ. അല്ല, അഡീഷണൽ ചെയ്തേക്കല്ല, എല്ലാം വരുന്നതാണ്. ഓക്കെ. ടയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? പക്കല്ലേ? അത്യാവശ്യം ഓടുന്ന ടയർ അല്ലേ? നമുക്കിത് 1,95 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 1,90,000 നടക്കാം. 1,90 ആകുമ്പോൾ ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഒരു 60 രൂപ ഏകദേശം 60,000. നമുക്ക് ഫിനാൻസിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഓൾ കേരള ഫിനാൻസ് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ. എന്തൊക്കെ ഡോക്യുമെന്റ് വേണ്ടി വരും?
ആധാർ കാർഡ് ബാങ്ക് കാർഡ് മതി മെയിനായിട്ട്. ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം മതി. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം തന്നാൽ മതി. ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടി സിബിൽ സ്കോർ നോക്കാം. സിബിൽ സ്കോർ ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഏതാ വരുന്നത്? ഇത് മോജോ വരുന്നുണ്ട്. 2021 മോഡൽ. 2021 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. 13,000 കിലോമീറ്റർ. എറണാകുളം രജിസ്ട്രേഷൻ. KL7 വണ്ടിയാണ്. എറണാകുളം രജിസ്ട്രേഷനാണ്. മോജോയുടെ എത്ര ആസ്കിംഗ് പ്രൈസ് വരുന്നത്? 170 കസ്റ്റമർ ചോദിക്കണേ. നമുക്കത് നോക്കിയിട്ട് ചെയ്യാം. 170 എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് ഒരു 165 നമുക്ക് മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 160 കൊടുത്തേക്കാം. 160 കൊടുത്തേക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന് ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഏത് ഈ വണ്ടി ഇറക്കാൻ പറ്റും? ഏതാ മോഡൽ? എഫ്സിയുടെ 2019 മോഡലാണ്. 250 ആണ് എഫ്സിയുടെ. 2019 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് ഇതിന്റെ റേറ്റ് എത്ര ആസ്കിംഗ് വരുന്ന? ഇത് നിങ്ങൾ പറഞ്ഞു നമ്മൾ റേറ്റിന് കൊടുത്തേക്കാം. അതാ ഞാൻ പറഞ്ഞ റേറ്റിന് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ എത്ര പറയണ എത്ര റേറ്റ്? നിങ്ങൾ പറഞ്ഞോ 19 മോഡല്. നിങ്ങൾ ഒരു റേറ്റ് പറഞ്ഞാൽ ആ റേറ്റ് നമുക്ക് കൊടുക്കാം. 90. ഒരു 70,000 രൂപ കൊടുത്തേക്കാം. ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞാണ്. വെറും 70,000 രൂപ. ഓക്കെ. വെറും 70,000 രൂപ 2019 മോഡൽ ABS. 19 മോഡൽ ABS. ഇത് 0 ഡൗൺ പേയ്മെന്റ് ആണോ? അതെ. ഒറ്റ പൈസ കൊടുക്കണ്ട. ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി. ഓക്കെ ആണെങ്കിൽ നമ്മുടെ പാസ്ബുക്കും കൂടി പാസ്ബുക്കും വേണം. ഓക്കെ ആണെങ്കിൽ പാസ്ബുക്കും. അതായത് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും. നമുക്ക് ഏകദേശം 3-4 0 ഡൗൺ പേയ്മെന്റ് വണ്ടികൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് എക്സ്ട്രീം 160 ആണ്. ഇപ്പോൾ ഉള്ളത് FC 250 ആണ്. ഇത് 2019 മോഡൽ. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 70,000 രൂപയാണ്. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഇൻ കേസ് 0 കിട്ടിയില്ലെങ്കിലും ഒരു 10,000 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. വേറെ കണ്ടീഷൻ കാര്യങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ടയറൊക്കെ പക്കല്ലേ? ഫ്രണ്ട് ടയർ കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. ബാക്ക് ടയറും ഓക്കെ. നല്ല കട്ടുണ്ടല്ലോ. അത് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഈ CB ട്രിഗറാ. അത് 2018 മോഡലാണ്. 2018 മോഡല്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇതൊരു 45 രൂപ കൊടുക്കാം. 45. ഇതിന് എത്ര 2000 ഫിനാൻസ് കിട്ടും? 18 കിട്ടുമല്ലോ. 16 കിട്ടും നമുക്ക്. അപ്പോൾ ഇതിന് എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഇതിനൊരു 5 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് മതിയോ? 5000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സ്കൂട്ടറിന്റെ കുറച്ച് കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ. സ്കൂട്ടറൊക്കെ അത്യാവശ്യം കളക്ഷൻ നമുക്ക് ഇനി വരാനുണ്ടോ? വേറെ എന്തെങ്കിലുമൊക്കെ വരാനുണ്ടോ? ആ സ്കൂട്ടർ വരാനുണ്ട്. ഓക്കെ. ഇത് ആക്റ്റീവ് 5G 2018 മോഡൽ. 18 മോഡൽ. കിലോമീറ്റർ ഇതല്ല 51,452. നമുക്ക് ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്ന? 60 രൂപ വരും. നമുക്ക് 55 ലാസ്റ്റ് ചെയ്യാം. 60,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് 55,000 രൂപയ്ക്ക് വണ്ടി ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഫാസ്റ്റിന് ഇരിക്കുന്നുണ്ട്. 2021 മോഡൽ. 15,000 കിലോമീറ്റർ. 25,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ടാവും? അത് സംസാരിക്കാം. കുഴപ്പമൊന്നുമില്ല. നല്ല എത്ര കൊടുക്കാൻ പറ്റും? ഒരു 70,000 കൊടുക്കാം. നമുക്ക് 70,000 കൊടുക്കാൻ പറ്റും. ഈ വണ്ടിയാണെങ്കിലോ? ജൂപ്പിറ്റർ 2023 9,000 കിലോമീറ്റർ. എന്താണ്? 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2023 മോഡൽ. വെറും 9,000 കിലോമീറ്റർ. നമുക്ക് ഇത് എത്ര കൊടുക്കാൻ പറ്റും? 89 ആണ്. നമുക്കൊരു 86 ചെയ്യാം. പുതിയതിന് ഏകദേശം 1,10,1,15 വരുന്നുണ്ട്. അപ്പോൾ വെറും എത്ര കിലോമീറ്റർ? 9,000 കിലോമീറ്റർ വണ്ടിയില്ലേ? നമുക്കൊരു 85,000 രൂപയൊക്കെ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ഈ ജൂപ്പിറ്റർ ആണെങ്കിലോ? ഇത് 2023 തന്നെ. 13,000 കിലോമീറ്റർ ഓടി ഉണ്ട്. ഓക്കെ. 13,000 കിലോമീറ്റർ. 75,000. നമുക്കിത് ലാസ്റ്റ് എത്രയും കൊടുക്കാൻ പറ്റിയ വണ്ടി? ഒരു 70,000 കൊടുക്കാം. 70,000 കൊടുക്കാം. അതിന്റെ ഡൗൺ പേയ്മെന്റ് വരുമ്പോൾ ഏകദേശം ഒരു 15 ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് 10 രൂപ മതിയാവും. 10 രൂപ നമുക്ക് ഇറക്കാം. വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ ബാധകളൊക്കെ ഉണ്ടോ വണ്ടിക്ക്? ജസ്റ്റ് ഒരു ഇവിടെ ഒരു തട്ടലുണ്ട്. അതെ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ? ടയറെല്ലാം ഓക്കെയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ പൾസറിന്റെ ഇത് P150 ഇരിക്കുന്നുണ്ട്, 180 ഇരിക്കുന്നുണ്ട്, 150 ഇരിക്കുന്നുണ്ട്, 125 ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് P150 തുടങ്ങിയ 2023 മോഡലല്ലേ ഇത് വരുന്നത്? 2023 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 10,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്കിത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 95,000. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഉണ്ടാവുണ്ടെങ്കിൽ നോക്കാം. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അതേപോലെ തന്നെ 5,000 ഡൗൺ പേയ്മെന്റ് 5,000 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ. പുതിയതിന് ഏകദേശം എന്ത് വില വരുന്നുണ്ട്? 160 അടുത്ത് വരുന്നുണ്ട്. ഓക്കെ. പുതിയ വണ്ടി പോലെ P150 ആണ്. ഓക്കെ. അപ്പോൾ വണ്ടിയുടെ കേസ് പറയുകയാണെങ്കിൽ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ക വണ്ടികളല്ലേ? എഞ്ചിൻ സൈഡ് എല്ലാം ഓക്കെ അല്ലേ? പുതിയ വണ്ടിയാണോന്ന് പറഞ്ഞ് ചോദിച്ചെന്നുള്ളൂ. 23 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ 180F കേസ് പറയുകയാണെങ്കിലോ? 180F 2019 മോഡൽ. 31,700 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. നമുക്കിത് ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്ന? ഇത് 60,000 രൂപ. 58 രൂപ ചെയ്യാം ലാസ്റ്റ്. ഏകദേശം 58,000 രൂപ. 5,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം. എന്താണ്? 5,000 ഡൗൺ പേയ്മെന്റ്. 5,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി ഇറക്കാം. പിന്നെ അവിടെ ഇരിക്കുന്ന ഏകദേശം 1, 2, 3, 4, 5 ഒരു 7ഓളം വണ്ടികൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടതിൽ നമുക്ക് വെറും 5,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടികളുണ്ട്. പിന്നെ 0 ഡൗൺ പേയ്മെന്റ് വണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ 2-3 വണ്ടി പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ വണ്ടികൾ പരിചയപ്പെടാറുണ്ട്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയും
വെറും 5000 രൂപയിൽ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടികൾ. അതായത് 10000 രൂപ താഴെ നിങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ ഈ ഷോറൂമിൽ കിട്ടുന്നതാണ്. അതെ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 150 ഇത് 2022 മോഡല് 2022 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 15000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 88000 രൂപ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊരു 83 കിടക്കുമോ? 83,000 ചെയ്യാം. കണ്ടീഷൻ വണ്ടി അല്ലേ? ഇതും ഒരു 15 രൂപ, ഏകദേശം 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ ഈ 125 ഇരിക്കുന്നുണ്ട് പൾസർ 2 അല്ലേ? 23 വണ്ടി വീഡിയോ എടുക്കട്ടെ. 2023 8000 കിലോമീറ്റർ. 2023 8000 കിലോമീറ്റർ. നമുക്ക് ആസ്കിംഗ് പ്രൈസ് എത്ര വരും? 88 രൂപയാണ്. നമുക്ക് 85 ചെയ്യാം. 85,000 ഒക്കെ ചെയ്യാം. ഇതിന് ഏകദേശം ഒരു 10000 ഡൗൺ പേയ്മെന്റ് മതിയോ? നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. ഇതാണെങ്കിലാ 2021 രജിസ്ട്രേഷൻ വരുന്ന മോഡലാണ്. 2020 ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ ഓടിയാണ്. 55 രൂപ റേറ്റ് വരുന്നത്. 55,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഒരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും നമുക്ക് 53 കളിച്ച് ലാസ്റ്റ് ചെയ്യാം. പിന്നെ ചില നമുക്ക് ഈ മിക്ക വണ്ടികളും നമുക്ക് ഡൗൺ പേയ്മെന്റ് കുറച്ച് ചെയ്യട്ടോ. അത് ചെയ്തു ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ എല്ലാ വണ്ടിക്കും ഒരു 10000 പറഞ്ഞാലും ചിലപ്പോൾ അത് കുറവാണ്. ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ ട്രാക്കാണ്. നമ്മൾ മാക്സിമം ഒരു മിഡിൽ റേഞ്ചിലാണ് എല്ലാ ഡൗൺ പേയ്മെന്റും പറയുന്നത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫീസും കാര്യങ്ങളും കൊടുക്കണം കേട്ടോ. അതെ, ചിലപ്പോൾ 5 രൂപ 2000 രൂപ 1000 രൂപ ഇറങ്ങി വരാം. ഞാൻ ഉദ്ദേശം സബ്സ്ക്രൈബേഴ്സ് വരികയാണെങ്കിൽ മാക്സിമം റേറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ വിളിക്കണം, അല്ലാതെ എന്നിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ വണ്ടികൾ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. തണ്ടർബേർഡ് ഏതാ വരുന്നത്? 500 അല്ലേ? 2016 മോഡല്. സെക്കൻഡ് ഇത് നമുക്ക് 0 കിട്ടോ? ഇല്ല, 0 ഇറക്കാം. എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഒരു 5 രൂപ. ഓക്കെ, വെറും 5000 ഡൗൺ പേയ്മെന്റ്. 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 88,000. ഒരു 85 രൂപ ലാസ്റ്റ് ചെയ്യാൻ പറ്റൂലേ? ഓക്കെ. ഈ തണ്ടർബേർഡ് ആണെങ്കിലോ? 2019 ABS ഡുവൽ ചാനൽ ABS മോഡൽ. ഓക്കെ, 2019 മോഡല്, 70,500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആസ്കിംഗ് പ്രൈസ് 90,000. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എത്രയും നടക്കാൻ പറ്റും? 85,000 ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഡൗൺ പേയ്മെന്റ് 5 രൂപ. 5000 ഡൗൺ പേ ഇറക്കാൻ പറ്റും. 220F 2 ഇരിക്കുന്നുണ്ടല്ലേ? ബ്ലൂ ഇരിക്കുന്നുണ്ട്, റെഡ് ബ്ലാക്ക്. 2023 മോഡല്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? രണ്ടും നോക്കേണ്ടി വരും. കിലോമീറ്റർ 9500. ഇതാണെങ്കിലോ? അത് നോക്കും. 9500 അല്ലേ? അതെ. ഇതാകുമ്പോൾ 7645 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര വരും? 2,30,000. നമുക്ക് ഒരു 1,28,000 ലാസ്റ്റ് ചെയ്യാം. 1,30,000 ആണ്. ഒരു 1,28,000 ചെയ്യാം. നമുക്ക് ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ ഒരു 25,000, ഏകദേശം 25,000, 30,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ 2 കിടിലൻ വണ്ടികൾ ഇരിക്കുന്നുണ്ട്. അതെ. ഇനി നമുക്ക് അടുത്ത് ഏതാ പരിചയപ്പെടാനുള്ളത്? ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് മാസ്ട്രോ 2 ഇരിക്കുന്നുണ്ടല്ലേ? അതെ. 2019 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് ഒരു ആസ്കിംഗ് പ്രൈസ് 40,000 ആണ്. നമുക്കൊരു 38,000 രൂപയ്ക്ക് കിടിലൻ വണ്ടി ഇരിക്കുന്നുണ്ടല്ലേ? ആ വണ്ടിയാണ് 2019 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ആണെങ്കിൽ 39,000 കിലോമീറ്റർ. ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്നത്? 45,000. നമുക്കൊരു 43,000 ഒക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? വിലയിലെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഒരു കടമ്പുറത്തക്കാരൊന്നും അല്ലല്ലോ. എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി യമഹയുടെ റൈസെറ്റാർ അല്ലേ? 2021 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് 29,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് 29,000 കിലോമീറ്റർ. 75,000 എത്ര ആസ്കിംഗ് പ്രൈസ്? 70,000 ബാക്കിലെ ടയറും അതിന്റെ ഇതാണ്. 70,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് മാക്സിമം എത്ര അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ വണ്ടി? 70,000 അല്ല, അഡ്ജസ്റ്റ്മെന്റ് 70,000. ഓക്കെ, എനിക്ക് 25,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് 70,000 രൂപ ഫൈനലൈസ് ചെയ്യാൻ പറ്റൂലേ? അതുപോലെ ബാക്ക് ടയർ മാറി കൊടുക്കാം. ബാക്ക് ടയർ കുറച്ച് ഷോക്കാണ്, മാറ്റി സെറ്റ് ആക്കി കൊടുക്കുന്നതായിരിക്കും. ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 15,000 ഡൗൺ പേയ്മെന്റിലൊക്കെ സെറ്റ് ആക്കി കൊടുക്കാം. ആക്റ്റീവ ഇരിക്കുന്നുണ്ടല്ലോ. 2018 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഏകദേശം എത്ര ഉണ്ടാവും? കിലോമീറ്റർ ഏകദേശം നോക്കട്ടെ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മുടെ റേറ്റ് എത്ര വരുന്നത്? 55,000. ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് 52,000 നോക്കാം. ഓക്കെ, ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്കൂട്ടർ സെക്ഷൻ കഴിയുമ്പോൾ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ടല്ലോ. ബുള്ളറ്റ് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായതാണ്, കുറച്ച് കുറവാണല്ലോ ഇപ്പോൾ. അതെ, ബുള്ളറ്റ് തീരുന്നതാണ്. വരാനുണ്ടോ ഒരുപാട് ഒരു ബുള്ളറ്റ് നമുക്ക് വിളിക്കും. ഇപ്പൊ സ്റ്റോക്ക് എടുത്ത് ക്ലാസിക് 350 2020 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്, 59,000 കിലോമീറ്റർ. ആസ്കിംഗ് പ്രൈസ് 1,30,000. അഡ്ജസ്റ്റ്മെന്റ് എത്രയും കൊടുക്കാൻ പറ്റും? 1,25,000 ഒക്കെ ചെയ്യാം നമുക്ക് ലാസ്റ്റ്. 1,25,000 കിടിലൻ വണ്ടി ഇരിക്കുന്നുണ്ടല്ലേ? അതെ. ഇതിനൊക്കെ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ ബാക്കും ഫ്രണ്ട് ടയർ ആയാലും പുതിയ ടയർ എല്ലാം പക്കയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അഡീഷണൽ വെച്ചേക്കുന്ന ആള് സാധനം. ഓക്കെ, സെറ്റപ്പ് സാധനമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഡിയോ DX ഇരിക്കുന്നുണ്ടല്ലേ? ഡിയോ DX 2020 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്, 15,000 കിലോമീറ്റർ.
ആസ്കിംഗ് പ്രൈസ് വരുന്നത് 60,000 രൂപ. നമുക്കൊരു 58,000 രൂപ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ഒരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി എടുക്കാൻ പറ്റില്ലേ? 2019 എൻടോർക്ക് ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ. ഒരു 50,000 കിലോമീറ്റർ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇതൊരു 50 രൂപ കൊടുക്കാം. വെറും 50,000 കൊടുക്കാം അല്ലേ? വണ്ടിയുടെ കണ്ടീഷൻ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ടയറെല്ലാം ഓക്കെ അല്ലേ? ടയറെല്ലാം ഓക്കെയാണ്. 50,000 രൂപ കഴിക്കുന്നുണ്ട്. FC ആണെങ്കിൽ 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് തന്നെ 55,000 കിലോമീറ്റർ. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 55,000 കിലോമീറ്റർ. ആസ്കിംഗ് പ്രൈസ് 50,000 ആണ്. നമുക്കൊരു 45,000 രൂപ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. 45,000 രൂപ കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 3,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഓക്കെ, വെറും 3,000 രൂപ. ഓക്കെ, അപ്പൊ ഇന്ന് പരിചയപ്പെട്ടാൽ ഏകദേശം ഒരു 80% വണ്ടികൾ 10,000 താഴെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഉള്ളത്. മിക്കതും 10,000 രൂപ താഴെയാണ്. ഏകദേശം ഒരു 90% പറയാം. പിന്നെ കുറച്ച് വണ്ടികൾ, അതായത് 2023 വണ്ടികൾ മാത്രമാണ് നമുക്കൊരു 15,000 20,000 വരുന്നത്. ബാക്കിയെല്ലാം 10,000 താഴെയാണ്. പിന്നെ ഈ വണ്ടിയുടെ കേസാണെങ്കിൽ വെറും 3,000 രൂപ ഡൗൺ പേ ഇറക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് CT 100 CT 110X ഒക്കെ ഒരു 5,000 രൂപ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് 0 ഡൗൺ പേയ്മെന്റ് വണ്ടികൾ ഇരിക്കുന്നുണ്ട്. ഇനിയും 0 ഡൗൺ പേയ്മെന്റ് വരാൻ സാധ്യതയുണ്ടോ? ഇനിയിപ്പോ കഴിഞ്ഞു. ഏകദേശം നമ്മൾ 3-4 0 ഡൗൺ പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിവരങ്ങൾ. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബെന്ലി ഇരിക്കുന്നുണ്ടല്ലോ. ബെന്ലി നമുക്ക് മാക്സിമം ഓഫറിൽ കൊടുത്താലോ? സ്പെഷ്യൽ ഓഫറിൽ കൊടുത്താലോ? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് 1,10,000. നമുക്ക് 1,00,000 രൂപ അടിച്ചാലാം. 1,00,000 രൂപ കൊടുക്കാം. ഓക്കെ, 1,00,000 രൂപ കിടിലം വണ്ടി ഇരിക്കുന്നുണ്ടല്ലേ? അത് KL7 വണ്ടിയാണ്. ഇതിന് ഫിനാൻസ് കിട്ടോ? ഫിനാൻസ് കിട്ടും. ഒരു 25,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. 25,000 ഡൗൺ പേയ്മെന്റ് ബെന്ലി ഇരിക്കുന്നുണ്ടല്ലേ? 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? അപ്പൊ ഇങ്ങോട്ട് വരും ഇതാണെങ്കിലോ ജിക്സർ 45,000 കൊടുക്കാം. 16 മോഡൽ 45,000 രൂപയ്ക്ക് 2016 മോഡൽ ജിക്സർ ഇരിക്കുന്നുണ്ട്. ഇതിന് എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഒരു 10,000 രൂപ. 10,000 രൂപ മതിയാവും. ഏകദേശം 10,000 to 15,000 ഇടയിൽ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. യൂണിക്കോൺ മോഡൽ 2013 മോഡൽ 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സോറി, 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആസ്കിംഗ് പ്രൈസ് 40,000 ഇട്ടേക്കണത്. നമുക്കത് ഒരു 38 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിനാൻസ് കിട്ടില്ലല്ലോ? ഫിനാൻസ് കിട്ടില്ല, റെഡി പേയ്മെന്റ് മാത്രം. ഫിനാൻസിന്റെ നമ്മൾ പറഞ്ഞായിരുന്നു, സ്കീമും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു തോന്നുന്നു. 2016 മുതലാണ് നമുക്ക് കിട്ടുള്ളൂ. അത് ശേഷമുള്ളതിന് കിട്ടില്ല. അപ്പോൾ അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ആധാർ കാർഡ്, പാൻ കാർഡ് കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാരുടെ ഫിനാൻസ് കിട്ടും. അതെ, മെയിനായിട്ട് നമ്മൾ വിളിക്കുക, ആധാർ കാർഡ് ബാങ്ക് അയച്ചു തരിക. വണ്ടിയിൽ ഓക്കെ ആണെങ്കിൽ ആധാർ കാർഡ് ബാങ്ക് അയച്ചു തരിക. അത് കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ വേറെ ഡൗട്ട് ഇപ്പോൾ ചോദിക്കണം. പൊതുവെ ആൾക്കാർ പറയാറ് നമുക്ക് ഈ RCയുടെ ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ ഇവർക്ക് കിട്ടാൻ? അപ്പൊ എന്തെങ്കിലും ഇപ്പൊ അത് സോൾവ് ആയിട്ടുണ്ടോ? അതിപ്പോ 3 മന്ത് ഏകദേശം ആയി. 3 മന്ത് ആണ്. നേരത്തെ 6 മന്ത് ഒക്കെ ആയിരുന്നു. ഇപ്പൊ 3 മന്ത്. പലരും പല കമന്റ്സ് ആയിട്ട് ശ്രദ്ധിച്ചിട്ട് അതുകൊണ്ട് ചോദിക്കുന്നതാണ്. RCയുടെ ഇഷ്യൂ ഒരിക്കലും ഡീലറിന്റെ പ്രശ്നം കൊണ്ട് തന്നെ അല്ല, ഗവൺമെന്റിന്റെ പ്രശ്നം കൊണ്ട് വരുന്ന ഒരു കേസാണ്. അപ്പൊ നമ്മൾ പുതിയ വണ്ടി എടുത്താൽ പോലും റീസെന്റ് എനിക്ക് എന്റെ ഒരു അറിവ് വെച്ചിട്ട് 1 ഇയറിനുള്ളിൽ കിട്ടാറുള്ളൂ. ഇപ്പൊ അത് പച്ചടി തുടങ്ങിയിട്ടെന്നൊക്കെ അവിടെ കേട്ടായിരുന്നു. ഏകദേശം 3 മാസം എടുക്കുന്നുണ്ട്. ചിലപ്പോൾ 1 മാസത്തിനുള്ളിൽ വരും, ചിലപ്പോൾ 3 മാസത്തിന്. എറണാകുളം പോലത്തെ ജില്ലയാകുമ്പോൾ കുറച്ച് ഡിലേ മീൻസ് വണ്ടികൾ ഒരുപാട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിലേ വരുന്നുണ്ട്. എന്നാലും മാക്സിമം ഒരു 3 മാസത്തിനുള്ളിൽ കിട്ടുന്നതായിരിക്കും അല്ലേ? അതെ. ഓക്കെ, വേറെ എന്തെങ്കിലും കിട്ടാൻ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വിളിച്ച് സെറ്റ് ആക്കി തരുന്നതായിരിക്കും. ഇവിടുത്തെ വണ്ടിയുടെ കേസാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പുറത്തെ വണ്ടി അകത്തേക്ക് വരുമ്പോൾ നമുക്കൊരു വില കൂടിയ വണ്ടി കിടന്നാലോ? അതെ, ഏകദേശം 8 ലക്ഷം രൂപ വില വരുന്നുണ്ടല്ലേ? 8 ലക്ഷം രൂപ. കറക്റ്റ് എത്ര റേറ്റ് വരുന്നത്? കറക്റ്റ് റേറ്റ് എത്ര നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഈ വണ്ടിക്ക്? 8 ലക്ഷം രൂപ. കറക്റ്റ് 8 ലക്ഷം രൂപയാണോ? അപ്പൊ 7,99,099 രൂപക്കുള്ള അല്ലേ? കറക്റ്റ് ആയ രൂപക്കുള്ള വണ്ടിയാണ്. കവാസാക്കിയുടെ C9 100 ആണ്. പിന്നെ മാർക്കറ്റ് റേറ്റ് എത്ര വരുന്നുണ്ട് പുതിയതിന്? പുതിയത് ഏകദേശം 16 ലക്ഷം രൂപ വാല്യൂ വരുന്ന വണ്ടിയാണ് നമ്മൾ 8 ലക്ഷം രൂപ കൊടുക്കണല്ലേ? 2020 മോഡല്. ഇതിന്റെ എന്താ പറയാനുള്ള ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര? 27,000 കിലോമീറ്റർ. എല്ലാം ജെന്യൂൻ കിലോമീറ്റർ ആണ്. എല്ലാം സർവീസ്. വേറെ അപാകതകളും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ലല്ലോ? ഇല്ല. വേറെല്ലാം പക്കയാണ്. ബാക്ക് ടയർ ഓക്കെയാണ്. എഞ്ചിൻ സൈഡ് എല്ലാം ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും സ്ക്രാച്ച് ഒന്നും കാണാനില്ല. ഒരു കിളിക്കുഞ്ഞു വണ്ടി. അതെ, നമുക്കിതിന് ആക്രോപോളിക്കിന്റെ ഒറിജിനൽ സിസ്റ്റം ആയിട്ടാണ്. ഫുൾ സിസ്റ്റം ആണ്. വേറെ എന്തെങ്കിലും എക്സ്ട്രാ വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിന് ഏകദേശം ഒരു 2 ലക്ഷം അടുത്ത് ആവുന്നുണ്ട് ആ സാധനം. ഫുൾ പിന്നെ ഡിപ്പിങ് കാര്യങ്ങൾ, ഈ കാർബൺ ഡിപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡൗൺ പേയ്മെന്റ് എത്രയാണ് വണ്ടിക്ക്? ഡൗൺ പേയ്മെന്റ് ഒരു ട്രാക്കുകൾ കസ്റ്റമർ ആണെങ്കിൽ ഒരു 2 ലക്ഷം രൂപ സ്റ്റാർട്ടിങ്. 2 ലക്ഷം രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ട്. ബാക്കി നമുക്ക് ഫിനാൻസ് ഇടാൻ പറ്റും. പിന്നെ ഫിനാൻസിന്റെ ഡീറ്റെയിൽ വെക്കാൻ നേരത്തെ വേറെ കേസ് ഞാൻ മറന്നുപോയായിരുന്നു. ഏകദേശം നമ്മൾ 1 ലക്ഷം രൂപ ഫിനാൻസ് എടുത്തു കഴിഞ്ഞാൽ EMI എത്ര ഒരു മാസം പെർ മന്ത്? 1,90,000 3,850 രൂപ 3 വർഷം. ഫിനാൻസ് റേറ്റ് എന്തെങ്കിലും ഇപ്പൊ വ്യതിയാനം വന്നിട്ടുണ്ടോ? ഓണത്തിന് ഈ മാസം കൂടി ഉള്ളത് 9.9% എന്നുള്ള സ്കീം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത്. ഇതിപ്പോ സെപ്റ്റംബർ 30 തീയതി വരെ ഓണത്തിന്റെ സ്കീമായിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ 9.9% എടുക്കുക, അതല്ലെങ്കിൽ 13 പോയിന്റ് സംതിങ്ങിനൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത്. അത് അല്ലെങ്കിൽ 16-15 ആ റേഞ്ചാണ് വരുന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റേറ്റ് പറയുന്നത് 8 ലക്ഷം രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്, 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി എടുക്കാൻ പറ്റും. ഇത് V4M അല്ലേ, 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 11,000 കിലോമീറ്റർ. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1.75 നമ്മൾ ചോദിക്കുന്നത്. ചോദിക്കണ വില അതാണെങ്കിൽ നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റിയ വണ്ടി? 1.70 നമുക്ക് ലാസ്റ്റ് ചെയ്യാം. 1,70,000 കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട്. 2022 മോഡല്. വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളോ ബാധകളൊന്നും കാണാനില്ല. ടയറെല്ലാം പക്കയല്ലേ? അത് ടയറെല്ലാം പക്കേ. ബാക്കും ഫ്രണ്ട് എല്ലാം ഓക്കെയാണ്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, സ്ക്രാച്ച് ഒന്നും ഇല്ല. സർവീസിലുള്ള വണ്ടിയല്ലേ? വണ്ടിയാണ്. ഓക്കെ. ഈ വണ്ടിയാണ് RC 2023 വണ്ടി, 1000 കിലോമീറ്റർ. RC 2023 വണ്ടി, വെറും 1000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. അതെ. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്ന? 2.45 ഈ വീട്ടിൽ തന്നെയായിരിക്കും. നമുക്കൊരു 2.15 കൊടുത്തേക്കാം. 2.15 കൊടുത്തേക്കാം. ഓക്കെ. 2,15,000. 2.45 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ സ്പെഷ്യൽ ആയിട്ട് ഓഫറിൽ 2,15,000 രൂപയ്ക്ക് കിട്ടുന്ന ആസ്തി ഇരിക്കുന്നുണ്ട്. പുതിയതിന് ഏകദേശം 3 അടുത്ത റേഞ്ച് ഉണ്ട്. 3 റേഞ്ച് ഏകദേശം വരും. ഓക്കെ. ഇങ്ങോട്ട് വരുമ്പോൾ 100 2022 സിംഗിൾ ഓണർഷിപ്പ്, 27,000 കിലോമീറ്റർ, 1,75,000 രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. വണ്ടിയുടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ എല്ലാം പക്കയല്ലേ? ടയറെല്ലാം പക്കയാണ്. പിന്നെ എല്ലാ ആക്സറീസ് ലോഡ്, ഫുൾ ആക്സറീസ്, ക്രാഷ് കാർഡ്, അതുപോലെ സം കാർഡ് വരുന്നുണ്ട്, ബാക്ക് റെസ്റ്റ് ലോഡ് ആയിട്ടുള്ള വൈസറും എല്ലാം വരുന്നുണ്ട്. എല്ലാം കമ്പനിയാണ്. എക്സ്ട്രാ ഒന്നും വെച്ചിട്ടില്ല. 27,000 കിലോമീറ്റർ ഉള്ളൂ. ഈ 27,000 കിലോമീറ്റർ നമുക്ക് സർവീസിലുള്ള വണ്ടി ആയിരിക്കും. എല്ലാം സർവീസ്. വേറെ പ്രശ്നങ്ങളൊന്നും അപാകതകളൊന്നും ഇല്ല. ഇല്ല. ഈവൻ സ്ക്രാച്ച് പോലും ഇല്ലല്ലേ പറയണെങ്കിൽ? ഇല്ല, സ്ക്രാച്ചും ഇല്ല. നമുക്ക് ഓക്കെ. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. നമ്മുടെ റേറ്റ് പറഞ്ഞായിരുന്നു വണ്ടിയുടെ. നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ഈ വണ്ടി നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസ് കൊടുക്കാം. നമുക്ക് ഈ വണ്ടി ഡിസ്കൗണ്ട് 1.58 ലാസ്റ്റ് ചെയ്യാം. 1,58,000 രൂപയ്ക്ക് ഈ വണ്ടി ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കുകയാണ്. നമുക്ക് ശരിക്കും ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1.70 ആണ്. നമ്മുടെ ഓഫറിൽ 1.58 കൊടുക്കുകയാണ്. സ്പെഷ്യൽ ഓഫറാണ് അല്ലേ? അതെ. 2022 മോഡൽ. ഇങ്ങോട്ട് വരുമ്പോൾ 2022 തന്നെ. 2022 മോഡൽ. സ്ക്രാം 2022 സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സ്ക്രാം. ഓക്കെ. നമുക്ക് കിലോമീറ്റർ 25,000 കിലോമീറ്റർ. വെറും 25,000 കിലോമീറ്റർ. നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്ന? 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ തന്നെ. 2 ലക്ഷം രൂപ. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ടാവും? നമുക്ക് 1.90 ലാസ്റ്റ്. 1,90,000. അപ്പൊ ഇതിന് 1.90 ആകുമ്പോൾ ഒരു 50,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. വണ്ടി കിടിലം വണ്ടിയല്ലേ? അതെ. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. വേറെല്ലാം പക്കയുണ്ടോ? കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എഞ്ചിൻ ഭാഗങ്ങളും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. റോയൽ എൻഫീൽഡ് വണ്ടിയാണല്ലോ, അത് ഓടിയിട്ടില്ല. അപ്പൊ ഒന്നും പറയാനില്ല, അത്യാവശ്യം ഓടും. പിന്നെ സെയിം എഞ്ചിൻ വെച്ചിരുന്നതാണ്. ഹിമാലയുടെ ഒരു സെയിം എഞ്ചിനും ഏകദേശം ഒരു കാറ്റഗറി കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു മോഡലാണ്. അതെ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുട്ടി വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ, ഇതാ സാധനം? ഡെഡ് ബൈക്കാണ്. കിഡ്സ് ബൈക്കാണ്. നമുക്ക് കിഡ്സ് ബൈക്കും തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇതിന്റെ റേറ്റ് എത്ര വരുന്ന? അത് 25,000 രൂപ. വെറും 25,000 രൂപ. ഓക്കെ. ഫിനാൻസ് കിട്ടുമോ? ഫിനാൻസ് കിട്ടും. അല്ല, ഫിനാൻസ് ഇല്ല. ഓക്കെ. 25,000 രൂപ. നമുക്ക് ക്രെഡിറ്റ് കാർഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ EMI കൊടുക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൽ EMI കൊടുക്കാം. ഡെബിറ്റ് കാർഡ് ഇല്ല, ക്രെഡിറ്റ് കാർഡ് മാത്രം. ക്രെഡിറ്റ് കാർഡ് EMI ഉണ്ട്. ബജാജ് ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇല്ല? ബജാജ് ഫിനാൻസിൽ നോർമലി ക്രെഡിറ്റ് കാർഡ് EMI നമുക്ക് ചെയ്യാൻ പറ്റും. 25,000 രൂപയിലേ ഉള്ളൂ. വാര ലിമിറ്റ് ഉള്ളവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ബാങ്കിന്റെ EMI ചാർജിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ 25,000 ഫിക്സ്ഡ് റേറ്റ് ആണ്. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ടാവും? 25,000 നോക്കാം. നമുക്ക് എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പിള്ളേർ വരുമ്പോൾ എന്തെങ്കിലും ഓഫർ കുട്ടി വണ്ടിയല്ലേ? കുട്ടി വണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. ഓഫറായിട്ട് ഒരു 23,000 രൂപ സെറ്റാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ. ഈ ജിക്സ് നമുക്ക് ഓഫർ ആയിട്ട് കൊടുത്താലോ? 2021 അല്ലേ? 2021 സിംഗിൾ ഓണർഷിപ്പ്, 32,000 കിലോമീറ്റർ. നമ്മുടെ റേറ്റ് ഇട്ടേക്കുന്ന ഒന്നാണ്. നമുക്കൊരു 95,000 രൂപ ലാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് എത്ര ഡൗൺ പേയ്മെന്റ് വരും? 40,000 ഡൗൺ പേയ്മെന്റ്. ഓക്കെ. വണ്ടി വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ടയറും കാര്യങ്ങളെല്ലാം പക്കയാണ്. വേറെ എഞ്ചിൻ സൈഡ് എല്ലാം ഓക്കെയാണ്. വേറെ സീനുകളും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത ഡ്യൂക്ക് ഇരിക്കുന്നുണ്ടല്ലോ, 2023 ഡ്യൂക്ക് 125 2023 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 7,899 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഈ വണ്ടി എടുക്കാം അല്ലേ? പുതിയ വണ്ടി ഏകദേശം 2.40 അടുത്ത് വരുന്നുണ്ട്. പുതിയത് 2.40 വരുന്നത്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 1.65 ആണ്. ഒരു 1,60,000 രൂപയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര രൂപ വണ്ടിക്കാണെങ്കിൽ ഡ്യൂക്കിന്? 50,000 ഏകദേശം 50,000 ഡൗൺ പേയ്മെന്റിൽ കിടിലം വണ്ടി ഇരിക്കുന്നതാണ്. വേറെ അപാകതകളും കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ 60 രൂപ 50 രൂപ 1.50 ഒക്കെ ആണെങ്കിൽ നമുക്ക് 60 ഡൗൺ പേയ്മെന്റ് അടച്ച് 90 ഒരു മണിക്കൂർ കൊണ്ട് വണ്ടി ഇറക്കാം നമുക്ക്. ഓക്കെ. ഒരു മണിക്കൂർ. അതായത് വെറും 90,000 രൂപ നിങ്ങൾ ഫിനാൻസ് എടുക്കണമെങ്കിൽ സ്പോട്ട് ഫിനാൻസ് കിട്ടും. ഒന്നിന് മേലെ ആണെങ്കിൽ നമുക്ക് എൻക്വയറിയും കാര്യങ്ങളും വന്നിട്ട് 1 ഡേ ഡിലേ ഉണ്ടാവും. ഓക്കെ. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാ ഷോറൂമിലും കാണുന്ന പോലെ ഒരു ജാവ 42 ഇരിക്കുന്നുണ്ടല്ലേ? 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 13,200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,05,000 ആണ്. നമുക്ക് 1 രൂപ ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കിടിലം വണ്ടിയാണ്. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ടയറെല്ലാം പക്കയാണ്. എഞ്ചിൻ ബാങ്കുകളെല്ലാം സീനും കാര്യങ്ങളൊന്നും ഇല്ല.
വേറെ സ്ക്രാച്ചസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല സ്ക്രാച്ച്. ഓക്കെ, കിടലം വണ്ടിയാണ്. ഇനി പുറത്ത് എത്ര വണ്ടി ഇരിക്കുന്നുണ്ടാവും? പുറത്ത് 2 വണ്ടി ഇരിക്കുന്നുണ്ടല്ലേ? വണ്ടികൾ ഇനി വരാനുണ്ടോ നമുക്ക്? NS ആണെങ്കിലോ? ഏതാ? അവിടെ NS ഇരിക്കുന്നുണ്ടല്ലേ? പറഞ്ഞില്ലല്ലോ എന്നോട്. NS 2023 ആണോ? 2022 മോഡൽ, 2023 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. KL 41 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്ന? ഇത് 1.43 ആണ് നമുക്ക് റേറ്റ് വരുന്നത്. നമുക്ക് മാക്സിമം എത്രയാണ് കൊടുക്കാൻ പറ്റും? 1.40 ചെയ്യാം. ലാസ്റ്റ് 1,40,000 രൂപ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു 45-50 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റുന്നതാണ്. വേറെ അപാകതകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടിക്ക്? ഇല്ല. ഓക്കെ, ഇനി പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഡ്യൂക്ക് ഇരിക്കുന്നുണ്ട്, ഒരു ഹിമാലയ ഇരിക്കുന്നുണ്ടല്ലേ? വേറെ വണ്ടികൾ വരാനുണ്ടോ? വേറെ വണ്ടികൾ വരാനുണ്ട്. വണ്ടി ഇനിയും വരാനുണ്ട്. ഓക്കെ, ഡ്യൂക്കിന്റെ കേസ് വേണമെങ്കിൽ 2017 മോഡൽ ഡ്യൂക്ക് 200 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര വരുന്ന? കിലോമീറ്റർ 25,000 കിലോമീറ്റർ ആണ്. 1,40,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്കിത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് 1,35,000 രൂപ അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും? ടയറെല്ലാം ഓക്കെ അല്ലേ? ടയറൊക്കെ അത്യാവശ്യം എത്ര ശതമാനം ടയർ ഉണ്ടാവും? ഇതൊരു 60% ടയർ ഉണ്ട്. ഫ്രണ്ട് ടയർ ആണെങ്കിലോ? ഫ്രണ്ട് ടയർ ഒരു 90 ഉണ്ട്. ഫ്രണ്ട് ടയർ 90% ചാർജ് അല്ല 90% ടയർ ഉണ്ട്. ഹിമാലയയുടെ കേസ് പറയുകയാണെങ്കിൽ 2022 മോഡൽ. 2022 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 225 ആണ് നമ്മൾ റേറ്റ് വരുന്നത്. 2,25,000 രൂപ. ടയർ നമുക്ക് കുറവാണ്, അത് മാറി കൊടുക്കണം. ടയർ കുറവാണ്. ടയർ മാറിയിട്ട് നമ്മൾ എത്രയാണ് കൊടുക്കും വണ്ടി? അതെ, 225 നമുക്ക് 225 ടയർ മാറ്റിയിട്ട് ചെയ്ത് കൊടുക്കാം. നെയിം ചേഞ്ച് അടക്കാം. നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഉണ്ട് വണ്ടിക്ക്? ഡൗൺ പേയ്മെന്റ് ഒരു 60,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. വേറെ വണ്ടികളൊന്നും നമുക്ക് പരിചയപ്പെടാനില്ലല്ലോ? ഇല്ല. അപ്പൊ ഇത്രയും വണ്ടികളല്ലേ നമുക്ക് പരിചയപ്പെടാനുള്ളത്? ഇത്രയും വണ്ടികളുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് 0 ഡൗൺ പേയ്മെന്റ് വണ്ടികൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 3,000, 5,000, 10,000 രൂപ ഡൗൺ പേയ്മെന്റ് ഒരുപാട് വണ്ടികളുള്ള ഷോപ്പാണ് നമുക്കുള്ളത്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് ഒരു കവാസക്കി വണ്ടി ഇരിക്കുന്നുണ്ട്, എഡിഷന്റെ വണ്ടി ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു കുട്ടി വണ്ടി ഇരിക്കുന്നുണ്ട്. 25,000 കുട്ടി വണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്കൂട്ടേഴ്സ് ഇരിക്കുന്നുണ്ട്, മൈലേജ് വണ്ടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ച് എല്ലാ വണ്ടികളും ഷോറൂമിലുണ്ട്. അപ്പോൾ ഈ ഷോറൂം ലൊക്കേഷനും കാര്യം വരുന്നത് എറണാകുളം ജില്ലയിൽ തമ്മനത്ത് കത്രിക്കട റോഡിലാണ് വരുന്നത്. ഷോറൂമിന്റെ പേര് വരുന്നത് റോയൽ റൈഡേഴ്സ് എന്നുള്ള ഷോറൂമാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളും എന്നോട് പറഞ്ഞത് ഷിജിത്താണ്. താങ്ക് യു ഷിജിത്ത്, ഇത്ര നേരം കട്ടക്ക് സംസാരിച്ചതിന്. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ട് വീഡിയോ വരുന്നൊരു ബൈ കൊടുത്താലോ? ബൈ.